ഷിരൂർ ദൗത്യത്തിന്റെ തുടക്കം മുതൽ കേരളത്തിന്റെ പ്രതിനിധിയായി ഉണ്ടായിരുന്ന ഒരു വ്യക്തിത്വമാണ് AKM അഷ്റഫ്. മഞ്ചേശ്വരം MLA ആണ്. നമുക്കൊപ്പം ചേർന്നു. ഒരു ഘട്ടത്തിൽ ഇത് അന്തർ സംസ്ഥാന വിഷയമായി തന്നെ ഉയർന്നു വരുന്ന ഘട്ടത്തിൽ അതിനിടയിൽ നിന്നുകൊണ്ട് തന്മയത്വത്തോടു കൂടി ഈ ദൗത്യം മുന്നോട്ട് കൊണ്ടുപോയ ഒരാൾ കൂടിയാണ് സതീഷ് കൃഷ്ണ സെയിലിന് നമ്മൾ പ്രത്യേകം അഭിനന്ദനം നൽകേണ്ടതുണ്ട്. അതൊപ്പം തന്നെ താങ്കളാണ് മറ്റൊരാൾ. തീർച്ചയായും ഇന്നലെ നമ്മളൊക്കെ ലോകത്തുള്ള മുഴുവൻ മലയാളികളും 72 ദിവസമായി പ്രാർത്ഥനയോടുകൂടി കാത്തുനിന്ന് അർജുനെ കണ്ടെത്തി എന്ന് കഴിഞ്ഞ നിമിഷം ഞാൻ ഓർക്കുന്നത് ജീവിതത്തിൽ മറക്കാൻ കഴിയാത്ത ഒരുപാട് അനുഭവങ്ങൾ ലഭിച്ച 72 ദിവസങ്ങളുടെ മീഡിയകൾ നിങ്ങളെ വിശേഷിപ്പിച്ചതുപോലെ 1-ാം ഘട്ടം 2-ാം ഘട്ടം 3-ാം ഘട്ടം എന്നാണ് ഇവിടുത്തെ തെരച്ചിലിനെ വിശേഷിപ്പിച്ചത്. ഞാനിവിടെ വരുമ്പോൾ ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്, കേരളത്തിലെ മീഡിയകളെ MLA, ഇവിടുത്തെ കളക്ടർ, SP എന്നോട് തുടക്കത്തിൽ തന്നെ വരുമ്പോൾ അവർ പറഞ്ഞു, നിങ്ങളുടെ മീഡിയകൾ ഞങ്ങളെ കുറ്റപ്പെടുത്തുന്നു, ഞങ്ങളുടെ സർക്കാരിനെ കുറ്റപ്പെടുത്തുന്നു, ഞങ്ങളൊന്നും ചെയ്യുന്നില്ല എന്ന് പറയുന്നു. വലിയ രീതിയിൽ ആ രീതിയിലൊരു സംസാരമാണ് അവർ നടത്തിയത്. ഞാൻ അവരുടെ മുമ്പിൽ കന്നഡ ഭാഷ അറിയാവുന്ന കേരളത്തിലൊരു കന്നഡക്കാരനായ MLA എന്ന നിലയ്ക്ക് ഞാൻ എൻ്റെ കേരളത്തിലെ മീഡിയകൾ റിപ്പോർട്ട് ചെയ്ത ഓരോ സംഭവങ്ങളും അവരുടെ മുമ്പിൽ കാണിച്ചു പറഞ്ഞു, നിങ്ങൾക്കാരും തെറ്റിദ്ധരിപ്പിക്കുന്നതാണ്, ഇവിടെയുള്ള ഒരു അസത്യങ്ങളും പ്രചരിപ്പിച്ചിട്ടില്ല. പിന്നീടാണ് നമുക്ക് ഒരു ഘട്ടത്തിൽ വലിയ ബാരിക്കേഡ് നിർമ്മിച്ച് കേരളത്തിലെ മീഡിയകൾക്കൊരു നിയമം, കർണാടകത്തിലെ മീഡിയകൾക്കൊരു നിയമം ഉണ്ടായിരുന്നത് മെല്ലെ മെല്ലെ മഞ്ഞുരുക്കി അത് മാറ്റാൻ കഴിഞ്ഞു എന്നുള്ള ഒരു സംതൃപ്തി എൻ്റെ മനസ്സിലുണ്ട്. 2-ാം ഘട്ട ഇതിൻ്റെ നമ്മൾ തെരച്ചിൽ അവസാനിപ്പിക്കുന്ന ഒരു ഘട്ടത്തിൽ എനിക്ക് ഒരു ചെറിയ മണക്കുന്ന ഒരു കാര്യം, ഇത് ഇതോടുകൂടി അവസാനിക്കുമെന്നുള്ളൊരു ചിന്തയും ഒരു ഭയവും എൻ്റെ മനസ്സിലുണ്ടായിരുന്നു. അത് പിരിയുമ്പോൾ ഇവിടുത്തെ ഫിഷറീസ് മന്ത്രി മങ്കാള വൈദ്യ IBയിൽ ഒരു മീറ്റിംഗ് വിളിച്ചു ചേർത്തു. കേരളത്തിലെ MLA എന്ന നിലയ്ക്ക് എന്നെ പല മീറ്റിങ്ങുകളും പങ്കെടുത്ത ഒരാളാണ്. അത് അപ്പോൾ ഗോവയിലെ ഈ കമ്പനി 50 ലക്ഷം രൂപയുടെ ഒരു എസ്റ്റിമേറ്റ് നൽകി. 7 ദിവസം കൊണ്ട് ഡ്രഡ്ജിങ് മെഷീൻ എത്തിക്കാൻ പറഞ്ഞു. പിറ്റേ ദിവസം ഞങ്ങൾ മടങ്ങിയപ്പോഴാണ് ജിതിന് വിളിച്ച് പറയുന്നത്, സർ കളക്ടർ പറയുന്നത് 1 കോടിയാണ് എസ്റ്റിമേറ്റ്, ഒരു കാരണവശാലും ഡ്രഡ്ജിങ് മെഷീൻ എത്തിക്കാൻ കഴിയില്ല എന്ന്. ആ ജിതിന് കോഴിക്കോട് MP, നമ്മൾ എന്നും ഓർക്കേണ്ട ഒരു മനുഷ്യൻ, MK രാഘവേട്ടനെ കണ്ടപ്പോൾ രാഘവേട്ടൻ എന്നോട് വിളിച്ചു പറഞ്ഞു, അഷ്റഫ് എവിടെയുള്ള മഞ്ചേശ്വരത്ത്, ഉടനെ ബാംഗ്ലൂരിലേക്ക് ഫ്ലൈറ്റ് കയറാൻ പറഞ്ഞു. ഞങ്ങൾ 2 പേരും മുഖ്യമന്ത്രിയുടെ അപ്പോയിൻമെൻ്റ് എടുത്ത് മുഖ്യമന്ത്രിയോട് സംസാരിച്ചപ്പോൾ ആ നിമിഷ നേരം കൊണ്ടാണ് 50 ലക്ഷം രൂപയുടെ 1 കോടി എന്നുള്ള വലിയ സാമ്പത്തിക ബാധ്യത മുഖ്യമന്ത്രിയുടെ ഇടപെടലിൻ്റെ ഭാഗമായിട്ടാണ് ക്ലിയർ ആവുന്നതും ഡ്രഡ്ജിങ് എത്തുന്നതും. ഞാനിതിൻ്റെ നമുക്കിപ്പോൾ അർജുനെ വല്ലാത്ത സങ്കടമുണ്ട്. നമ്മൾ ആരംഭത്തിൽ അർജുനെ ജീവനോടെ കിട്ടുമെന്ന് പ്രാർത്ഥിച്ച ആളുകളാണ്. നമുക്ക് അർജുനെ കിട്ടി ട്രക്ക് കണ്ടെത്തി എന്ന് പറയുമ്പോഴും ഞാൻ എടുത്തു പറയുന്ന ഒരു കാര്യം, കേരളത്തിലെ മീഡിയകളുടെ ഒരു ഇടപെടൽ ഇന്ത്യയിൽ ഒരു മീഡിയക്കാർക്കും അവകാശപ്പെടാൻ കഴിയാത്ത രീതിയിൽ നിങ്ങളുടെ വലിയ രീതിയിലുള്ള ഇടപെടലാണ് ഇതിടക്ക് വെച്ച് നിൽക്കും എന്ന് കരുതിയ ഒരിടത്ത് നിന്ന് എല്ലാവരെയും അർജുനെ കണ്ടെത്തുന്നതുവരെ എത്തിച്ചത് എന്നുള്ളത് ഒരു സത്യമാണ്. സത്യത്തിനും കേരളത്തിലെ ഒരു MLA എന്ന നിലയ്ക്ക് കേരളത്തിൻ്റെ മീഡിയകളെ അഭിമാനത്തോടു കൂടി ഞാനിവിടെ അവർക്കൊരു അഭിനന്ദനം അറിയിക്കുകയാണ്. ഞാനടക്കമുള്ള മാധ്യമപ്രവർത്തകർ അതിരൂക്ഷമായി സർക്കാരിനെ വിമർശിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ജില്ലാ ഭരണകൂടത്തിനെ വിമർശിച്ചിട്ടുണ്ട്. അതൊക്കെ വിമർശിച്ചത് ഇതിൻ്റെ ഏകോപനമില്ലായ്മയാണ്. കാരണം ഇവിടെ വേണ്ടുന്ന സംവിധാനങ്ങളൊക്കെ ഒരുക്കിയതിന് ശേഷം അടിത്തട്ടിലേക്ക് വരുമ്പോൾ അത് പ്രാവർത്തികമാകുന്നില്ല, പ്രായോഗിക തലത്തിലേക്ക് വരുന്നില്ല എന്നുള്ള കാര്യമാണ് നമ്മൾ വിരൽ ചൂണ്ടി തന്നെ പറഞ്ഞത്. അത് കൊള്ളൻ്റെ അടുത്ത് കൊണ്ടിട്ടുണ്ട് എന്നുള്ളൊരു വസ്തുതയാണ്. അതിൻ്റെ വലിയ പ്രശ്നങ്ങളും നമ്മൾ നേരിട്ടുണ്ട്. പക്ഷേ ഈ ദൗത്യം അവസാനിക്കുമ്പോൾ കേരളത്തിലെ മീഡിയകൾ ചെയ്തിരിക്കുന്ന ഒരു വലിയൊരു മെസ്സേജ് ഉണ്ട്. അതിൻ്റെ ഒരു ഫലം കൂടിയാണ് അർജുനെ കണ്ടെത്തിയെന്നുള്ളത്. ഞാൻ അതേ രീതിയിൽ ഇപ്പോൾ ഈ മീഡിയകളെ കുറിച്ച് ഏതെങ്കിലും പല താല്പര്യങ്ങൾ കൊണ്ട് പല രീതിയിലുള്ള ചർച്ചകൾ നടക്കുന്നുവെങ്കിലും ഞാൻ തുടക്കം മുതൽ പറഞ്ഞൊരു കാര്യമുണ്ട്. പ്രതികൂല കാലാവസ്ഥയിൽ, അപകടകരമായ കുന്നിടിച്ചലിനിടയിൽ നിങ്ങളിപ്പോൾ ഞാൻ റിപ്പോർട്ടറിനോട് സംസാരിക്കുന്നത് എല്ലാവരും നിങ്ങളുടെ ഒരു ടീമൊക്കെ, ഞാനിപ്പോൾ എന്നെ അത്ഭുതപ്പെടുത്തിയൊരു കാര്യം, കേരളത്തിലെ ഒട്ടുമിക്ക ന്യൂസ് മാത്രം വായിക്കുന്ന ആളുകൾ അവർ നേരെ ഷിരൂറിൻ്റെ ഒരു സാധാരണ മീഡിയ ഒരു മീഡിയ വർക്കറിനെ പോലെ ഇവിടെ എത്തുന്നു, സേവനം ചെയ്യുന്നു, രാത്രിയും പകലും എന്നില്ലാതെ. സത്യത്തിന് ഇതിൻ്റെ റിസൾട്ട് വരുമ്പോൾ ഞാൻ ഇവരെന്ന് പറയുന്നില്ല, കേരളത്തിലെ മീഡിയകൾക്ക് ഒരു ബിഗ് സല്യൂട്ട്. ഇതിൻ്റെ 72 ദിവസത്തെ 3 ഘട്ടങ്ങളിലെ പ്രവർത്തനം സജീവമായ ഒരു കേരളത്തിലെ MLA എന്ന നിലയ്ക്ക് ഞാനൊരു ബിഗ് സല്യൂട്ട് നൽകുകയാണ്. 2 സംസ്ഥാനങ്ങൾക്കിടയിലുള്ള ആ മഞ്ഞ് ഉരുകി കഴിഞ്ഞു എന്ന് കരുതാം. തീർച്ചയായും എത്രമാത്രം ഇപ്പം ഇന്ന് നമ്മുടെ മീഡിയകൾക്ക് അവർ ഇഷ്ടമാണ്.
ഞാൻ പലപ്പോഴും ഇന്ന് SP അദ്ദേഹത്തിൻ്റെ കാറിൽ രാവിലെ സതീശൻ ശൈലൻ്റെ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ ഞാൻ ചോദിച്ചു, നിങ്ങൾ ഏത് മീഡിയയാണ് കേൾക്കുന്നത്, നിങ്ങൾക്ക് മലയാളം അറിയാമെന്ന് ചോദിച്ചു. അവരൊക്കെ നമ്മുടെ മലയാള മീഡിയകളുടെ വാർത്തകൾ കേൾക്കുന്ന ഒരവസ്ഥയിലേക്ക് നമ്മളെ മീഡിയകൾക്ക് സ്നേഹം കൊണ്ട് അവരെ എത്തിക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് വസ്തുത. ഇനി എങ്ങനെയാണ് അർജുൻ്റെ മൃതദേഹം നാട്ടിലേക്ക് എത്തിക്കുക? നേരത്തെ പറഞ്ഞു ഇവിടുന്ന് കർണാടക സർക്കാർ തന്നെയാണ് എത്തിക്കുന്നത്. അനുഗമിക്കുകയാണോ അതോ മറ്റേതെങ്കിലും രീതിയിൽ കൊണ്ടുവരികയാണോ? തീർച്ചയായും നമ്മളിപ്പോൾ ഇന്നലെ ഇതിൻ്റെ ഒരു പ്രത്യേകത, കർണാടക മുഖ്യമന്ത്രി ഇന്നലെ അർജുനെ കണ്ടെത്തുമ്പോൾ കേരളത്തിലാണ്, നിലമ്പൂരിൽ ആര്യാടൻ മുഹമ്മദിന് അനുസ്മരണ ചടങ്ങ്. അതേ വേദിയിൽ KC വേണുഗോപാലും MK രാഘവേട്ടനുണ്ട്, VD സതീശനാണ് ഞാൻ ആ സമയത്ത് വിളിക്കുന്നത്. അവരൊക്കെ ആ വേദിയിൽ തന്നെ കർണാടക ഭരിക്കുന്ന കോൺഗ്രസ് ഗവൺമെൻറ്റാണ്. എത്രയും വേഗതയിൽ അർജുൻ്റെ വീട്ടിലേക്ക് മൃതദേഹം എത്തിക്കാനുള്ള ഒരു ശ്രമത്തിൻ്റെ ചർച്ച നടന്നു. എന്നാലും ചില ഇതിൻ്റെ പ്രൊസീജിയറുകൾ പാലിക്കേണ്ടതുണ്ട്. ഇപ്പോൾ DNA ടെസ്റ്റ് നിർബന്ധമായും നടത്തണം. നടത്തിക്കഴിഞ്ഞ ഉടനെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് കൂടി കിട്ടിയ ഉടനെ ആംബുലൻസിൽ അങ്ങോട്ടേക്ക് എത്തിക്കാനുള്ള ഒരു ശ്രമത്തിൻ്റെ അവസാന മണിക്കൂറുകളാണ് നമ്മളുള്ളത്. വളരെ ഏതായാലും മൃതദേഹം നാട്ടിലേക്ക് എത്തിക്കുന്നതിനുള്ള എല്ലാ സൗകര്യങ്ങളും കർണാടക സർക്കാർ തന്നെ ഒരുക്കിയിട്ടുണ്ട് എന്നുള്ള കാര്യമാണ് പറയുന്നത്. അതോടൊപ്പം തന്നെ കേരളത്തിലെ മാധ്യമങ്ങൾ കട്ടിയ അല്ലെങ്കിൽ അഗ്രസീവായുള്ള ഒരു മാധ്യമ പ്രവർത്തനമുണ്ട്. ആദ്യഘട്ടത്തിൽ ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയെങ്കിൽ പോലും അത് കർണാടകയ്ക്ക് ഇപ്പോൾ ഇഷ്ടപ്പെടുന്ന രീതിയിലൊരു മാധ്യമ പ്രവർത്തനം തന്നെയാണ് നമ്മൾ നടത്തിയതെന്നാണ് AK മാസ്റ്റർ പറയുന്നത്. ഏതായാലും ഇത് രണ്ട് സംസ്ഥാനങ്ങൾക്കിടയിൽ ഉണ്ടാവാമായിരുന്ന വലിയൊരു പ്രശ്നത്തിൻ്റെ മഞ്ഞുരുക്കൽ കൂടിയാണ് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത് എന്നുള്ള കാര്യം കൂടി AK മാസ്റ്റർ വ്യക്തമായി പറയുന്നു. ഏതായാലും അർജുനെ കണ്ടെത്തിയിരിക്കുന്നു എന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾക്കൊപ്പം തന്നെയാണ് നമ്മളുമുള്ളത്. വീഡിയോ ജേർണലിസ്റ്റ് മഹേഷ് ബാലശ്ശേരിക്കൊപ്പം റിപ്പോർട്ടർ AK അഭിലാഷ്, ഇൻ റിപ്പോർട്ടർ ഷീരു.